കൈക്കൂലി കേസിൽ പിടിയിലായ കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയുടെ പഴയ ഫയലുകൾ വിജിലൻസ് പരിശോധിക്കും. സ്വപ്നയുടെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളും ഇടപാടുകളുമാണ് പരിശോധിക്കുന്നത്. സ്വപ്ന നിരവധി പേരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. അർജുൻ മട്ടന്നൂർ, ഈ സ്വപ്നം കണ്ടതൊരു വലിയ സാമ്രാജ്യമാണെന്ന് തോന്നുന്നു. വലിയ രീതിയിൽ അവർ അഴിമതി നടത്തിയതിൻ്റെയും കൈക്കൂലി വാങ്ങിയതിൻ്റെയൊക്കെ ചില കാര്യങ്ങൾ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. നേരത്തെ തന്നെ വിജിലൻസിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു സ്വപ്ന. ചെറിയ ഡീലൊന്നും അല്ല നടത്തിയിരുന്നത്, അല്ലേ? വലിയ ഡീലാണ്. ആ കാറിൽ നിന്ന് തന്നെ 65,000 രൂപ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഒരു ദിവസത്തെ വരുമാനം 65,000 രൂപയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒട്ടും ചെറിയ ഡീലല്ല സ്വപ്ന നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസ് പറയുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ കുറേ കാലമായി ഇവർ പലരിൽ നിന്നും ഇത്തരത്തിൽ പണം വാങ്ങുന്നുണ്ട്. ഇവർ മാത്രമല്ല, കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില സോണൽ ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് പല ഓഫീസുകളിലും ഉള്ള ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ തോതിലുള്ള അഴിമതി, കൈക്കൂലി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇതൊക്കെ തന്നെ വിജിലൻസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. 2 വർഷം മുൻപാണ് ഈ സ്വപ്ന തൃശ്ശൂരിൽ നിന്നും കൊച്ചി കോർപ്പറേഷനിലെ വൈറ്റില സോണൽ ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. ഓവർസിയറായ സ്വപ്നക്ക് ഈ ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന തസ്തിക കൂടി നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ആളുകളിൽ നിന്ന് ഈ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുന്നു, കെട്ടിടങ്ങളുടെ പ്ലാനുകൾക്ക് അനുമതി നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ചില കെട്ടിടങ്ങൾ നിയമലംഘനം നടത്തി നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് അവ ക്രമവൽക്കരിക്കാൻ വേണ്ടി വലിയ പിഴ ഈടാക്കും. ഈ പിഴ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങുന്നു. ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങളാണ്, വലിയ പരാതികളാണ് ഇപ്പോൾ സ്വപ്നയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. നേരത്തെ തൃശ്ശൂർ കോർപ്പറേഷനിൽ വെച്ച് ഇവർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്വപ്ന കൈകാര്യം ചെയ്ത ഫയലുകൾ, അംഗീകാരം നൽകിയ പദ്ധതികൾ, അതോടൊപ്പം തന്നെ അത്തരം അപേക്ഷകളൊക്കെ തന്നെ വിശദമായി തന്നെ വിജിലൻസ് പരിശോധിക്കുകയാണ്. ഈ അപേക്ഷകരെ കണ്ടെത്തി നേരിട്ട് മൊഴിയെടുക്കാനും വിജിലൻസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കൈക്കൂലി നൽകിയിട്ടാണോ ഇത്തരത്തിൽ ഇവ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് എന്നതാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുന്നത്. നേരത്തെ കൊച്ചി കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗത്തിലടക്കം വലിയ ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ചില ബഹുനില മാളികൾ, ബഹുനില ഫ്ലാറ്റുകൾക്കടക്കം ഇത്തരത്തിൽ ഈ നിയമലംഘനം ക്രമവൽക്കരിച്ചു കൊടുക്കാൻ വേണ്ടി കോടികളുടെ നിയമലംഘനങ്ങൾ ക്രമവൽക്കരിച്ചു കൊടുക്കാൻ വേണ്ടി ലക്ഷങ്ങൾ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിജിലൻസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഏതാണ്ട് 4 മാസത്തോളമായി ഈ സ്വപ്ന വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. പക്ഷേ പിടികൂടിയത് കഴിഞ്ഞ ദിവസമാണ് എന്നുള്ളതാണ്. ഈ പലപ്പോഴും ഏജന്റുമാർ വഴിയാണ് ഈ സ്വപ്ന കൈക്കൂലി വാങ്ങിയിരുന്നത്. ഈ അപേക്ഷകരോട് ഏജന്റുമാർക്ക് കൈക്കൂലി നൽകാൻ ആവശ്യപ്പെടും. അങ്ങനെ അത്തരത്തിൽ ഈ അപേക്ഷകർ ഏജന്റുമാർക്ക് കൈക്കൂലി കൈമാറും. തുടർന്ന് ഏജന്റുമാർ വഴിയാണ് സ്വപ്ന കൈക്കൂലി വാങ്ങിയിരുന്നത്. പക്ഷേ നിരന്തരം കൈക്കൂലി വാങ്ങിയ സ്വപ്ന പിന്നീട് വലിയ ആത്മവിശ്വാസത്തിലേക്ക് എത്തി. അത്തരത്തിലാണ് സ്വന്തം 3 വയസ്സുള്ള കുഞ്ഞിനെ അടക്കം കാറിലിരുത്തിക്കൊണ്ട് വീട്ടിലേക്ക് പോകുന്ന വഴി വൈറ്റില പൊന്നുരുന്നി റോഡിൽ വെച്ച് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങാൻ വേണ്ടി എന്തായാലും വിശദമായ ഒരു പരിശോധനയിലേക്ക് വിജിലൻസ് കടക്കുകയാണ്. അരുൺകുമാർ, നമ്മളാണ് ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഈ വിജിലൻസ് സ്വപ്നയെ പിടികൂടിയതിന് പിന്നാലെ നമ്മൾ അവിടെ എത്തിയിരുന്നു.